വൺ ഗോഡ് അവയർനെസ് അക്കാഡമിയിലേക്ക് മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ സാഹിത്യ ദർശന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ധർമ്മവർഷം 98. ധ്രുവസിദ്ധിപ്രദം സാക്ഷാത് അംബികാ പരദർശനം ഗുരും ശക്തീശ്വരം വന്ദേ ധർമാനന്ദാത്മ നായകം. ഇന്ന് മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ലേഖനമാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പാകെ വായിക്കുന്നത്. ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇതാണ്: മാറുന്ന മനുഷ്യനെ മോചനമുള്ളൂ. മാറുന്ന മനുഷ്യനെ മോചനമുള്ളൂ എന്നാണ് അദ്ദേഹം അതിൻ്റെ ഒരു തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. മനുഷ്യ ജീവിതത്തെ കവികൾ പലതരത്തിൽ ഭാവന ചെയ്യാറുണ്ട്, സങ്കല്പിക്കാറുണ്ട്. ഒരു മണ്ടൻ പറഞ്ഞു വെച്ച കഥയായി ഷേക്സ്പിയർ ജീവിതത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. കവികൾ മിക്കപ്പോഴും ജീവിതത്തെ ഒരു യാത്രയായി കാണുന്നു. ഈ ലോകത്തിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന ഒരു യാത്രക്കാരനായി മനുഷ്യനെ സങ്കല്പിക്കാം. സാധാരണക്കാരായ നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊരു ജീവിതയാത്രയുടെ സങ്കല്പത്തിന് വേരുകളുണ്ട്. എന്നാൽ സത്യം ഇതല്ല. മനുഷ്യൻ മറ്റൊരു ലോകത്തിൽ നിന്നും വന്ന് കുറച്ചു കാലം ഭൂമിയിൽ പാപദുഃഖങ്ങൾ അനുഭവിച്ച് തിരിച്ചു പോകുന്നില്ല. ഭൂമിയിൽ അല്ലെങ്കിൽ സൗരയൂഥത്തിൽ സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ട് പരിണമിച്ചുണ്ടായ ഒരു സൃഷ്ടിയാണ്, ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ. മറ്റെല്ലാം സൃഷ്ടികളെപ്പോലെ മനുഷ്യനും ഈ അന്തരീക്ഷത്തിൽ കെട്ടടങ്ങുന്നു. മരിച്ചതിനു ശേഷം ഈ സൗരയൂഥത്തിൽ നിന്ന് അന്യമായി വേറൊരു സ്വർഗലോകത്തിലേക്കോ നരകലോകത്തിലേക്കോ പോകുന്നില്ല. പോകുന്നു എന്നത് വെറും വിശ്വാസമാണ്, സത്യമല്ല. സ്വർഗം എന്നത് മനുഷ്യൻ്റെ സ്ഥിതി വിശേഷമാണെന്ന് ഭാരതത്തിലെ മഹർഷിമാർക്കും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു. വേദങ്ങളിൽ നിന്നും ഇക്കാര്യം മനസ്സിലാക്കാം. സ്വർഗം എന്നത് മനുഷ്യൻ്റെ സ്ഥിതിവിശേഷമാണെന്ന് ഭാരതത്തിലെ മഹർഷിമാർക്കും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നു. വേദങ്ങളിൽ നിന്നും ഇക്കാര്യം മനസ്സിലാക്കാം. 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച പ്രവാചകനായ ക്രിസ്തുവിനും ഈ സത്യം ആയിരിക്കണം സ്വർഗരാജ്യം നിന്റെ അകത്താകുന്നു എന്ന് അദ്ദേഹം മൊഴിഞ്ഞത്. മനുഷ്യന് സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത് അവൻ്റെ മനസ്സാണ്. ചീത്ത മനസ്സ് നരകത്തിനും നല്ല മനസ്സ് സ്വർഗത്തിനും കാരണമാകുന്നു. സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെ വെച്ച് മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്നു. ഈ ഭൂമിയെ സ്വർഗമാക്കാൻ മനുഷ്യന് കഴിയും. സ്വർഗമാകാത്തത് അവൻ്റെ ബോധത്തിൻ്റെ കുറവ് കൊണ്ടും സങ്കുചിത മനോഭാവം കൊണ്ടും അധികാര ദുർമോഹം കൊണ്ടും സ്വാർത്ഥം കൊണ്ടും വിഭാഗീയ ചിന്ത കൊണ്ടുമാകുന്നു. മറ്റു സൃഷ്ടികൾക്കില്ലാത്ത സ്വാർത്ഥം മനുഷ്യന് ഉണ്ടായിപ്പോയതാണ് ഇവിടെ ഈ തകരാറുകൾക്കും തകർച്ചയ്ക്കും ഒക്കെ കാരണം. മനസ്സ് നന്നാകാത്ത മനുഷ്യനെ മതങ്ങൾക്ക് രക്ഷിക്കുവാൻ സാധ്യമല്ല. രക്ഷകന്മാരുടെയും അവതാര പുരുഷന്മാരുടെയും പേരുകൾ വെറുതെ വിളിച്ചു പറഞ്ഞ് സമുദായങ്ങളായി തിരിഞ്ഞ് തത്രപ്പെടുന്നതുകൊണ്ട് മനുഷ്യന് മോചനം കിട്ടുകയില്ല. അന്യദുഃഖത്തിൽ ദുഃഖിക്കുന്ന ത്യാഗോജ്വലമായ ജീവിതമേ മനുഷ്യനെ രക്ഷിക്കുകയുള്ളൂ.
അന്യദുഃഖത്തിൽ ദുഃഖിക്കുന്ന ത്യാഗോജ്വലമായ ജീവിതമേ മനുഷ്യനെ രക്ഷിക്കുകയുള്ളൂ. ഈ ഭൂമി സർവ്വ സൃഷ്ടികളുടെയും കുടുംബമാണെന്ന് മനസ്സിലാക്കാനുള്ള വിശേഷ ബുദ്ധി ഇന്നത്തെ മനുഷ്യന് ഉണ്ടാകണം. ഭൂമി എന്ന കുടുംബത്തിലെ അംഗങ്ങളാണ് എല്ലാ മനുഷ്യരും എന്ന് കരുതുകയും വിഭാഗീയ സ്വാർത്ഥ ചിന്ത ഉപേക്ഷിക്കുകയും ചെയ്യാതെ ഇവിടെ സമാധാനം പുലരുകയില്ല. ഓരോ മനുഷ്യവിഭാഗത്തെയും രക്ഷിക്കാൻ ഓരോ ദൈവങ്ങൾ ഉണ്ടാവുന്നത് അപകടകരമാണ്. ഇന്നത്തെ അനുഭവം തെളിയിക്കുന്നുണ്ടല്ലോ. ഓരോ മനുഷ്യവിഭാഗത്തെയും രക്ഷിക്കുവാൻ ഓരോ ദൈവങ്ങൾ ഉണ്ടാവുന്നത് അപകടകരമാണെന്ന് ഇന്നത്തെ അനുഭവം തെളിയിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ദൈവം എന്ന ആ മനോഭാവം കലഹം വിതയ്ക്കുകയും കലഹം കൊയ്യുകയും ചെയ്യും. ദൈവം ഒന്നേയുള്ളൂ. ഒന്നായ ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന മഹാവൈഭവമത്രേ. ഒന്നായ ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന മഹാവൈഭവമത്രേ. മനുഷ്യചിന്തയ്ക്കപ്പുറം വിജയിച്ചരുളുന്ന മഹാശക്തിയാണത്. അതിൻ്റെ പേരിൽ മനുഷ്യൻ പല വിധത്തിലുള്ള വചന യുദ്ധങ്ങൾ നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. നടത്തുന്നുണ്ടെങ്കിൽ അത് മറ്റെന്തോ മുതലെടുപ്പിനാണ്. മതരാഷ്ട്രീയവും രാഷ്ട്രീയ മതവും മനുഷ്യൻ്റെ നിലനിൽപ്പിനെ നശിപ്പിക്കും. നമ്മുടെ ശരീരത്തിൽ അണുക്രിമികൾ ജീവിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ ശരീരമായ പ്രപഞ്ചത്തിൽ സൃഷ്ടികൾ എല്ലാം കഴിഞ്ഞുകൂടുന്നു. നമ്മളെ രക്ഷിക്കുന്നത് വിശ്വപ്രകൃതിയാകുന്നു. ആ വിശ്വപ്രകൃതിയുടെ വൈഭവത്തിന് സ്തുതി പാടിക്കൊണ്ട് മനുഷ്യനിവിടെ സംതൃപ്തനും സമാധാനപൂർണനുമായി ജീവിക്കാൻ പഠിക്കണം. മനസ്സിനെ ശുദ്ധീകരിക്കാത്ത ധ്യാനവും തപസ്സും പ്രാർത്ഥനയും നിഷ്ഫലങ്ങളാണ്. അസുരന്മാരും ധ്യാനിക്കുകയും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത കഥകൾ നമുക്കറിവുണ്ടല്ലോ. നാം വെറുതെ പരലോക പാറ്റകളാകാൻ ശ്രമിക്കരുത്. മരണത്തെക്കുറിച്ചല്ല, ജീവിതത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു അണുബോംബിട്ടാൽ നിരപരാധികളായ ലക്ഷക്കണക്കിന് മനുഷ്യജീവികളും മറ്റു ജീവജാലങ്ങളും നശിച്ചു പോകുന്നു. മനുഷ്യൻ്റെ ചെറിയ അറിവ് വെച്ച് വിശ്വസിച്ചു പോന്ന ദൈവങ്ങളും ആരാധനാലയങ്ങളും തകർന്നു പോകുന്നു. ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയുന്നില്ല. മത്സരബുദ്ധി കൊണ്ടും മൂഢത കൊണ്ടും അധികാര ദുർമോഹം കൊണ്ടും സ്വാർത്ഥത കൊണ്ടും കൊഴുത്തു നിൽക്കുന്ന രാഷ്ട്രത്തലവന്മാർക്ക് മനുഷ്യരാശിയെ ചുട്ടുകരിക്കുന്ന മാരകായുധങ്ങളുടെ ബട്ടൺ അമർത്താൻ തോന്നാതിരിക്കട്ടെ. അവർക്ക് ബോധം ഉദിക്കുവാനുള്ള വഴിക്ക് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യനും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഇനി വേണ്ടത്. മനുഷ്യനെ രക്ഷിക്കുന്നത് മനുഷ്യനാണ്. അതായത് മനുഷ്യൻ്റെ ധർമ്മമാണ്. മനുഷ്യൻ ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം മനുഷ്യനെ രക്ഷിക്കും. ഭൂമിയിൽ മനുഷ്യ ശരീരത്തോടുകൂടി പിറക്കുന്ന ഏത് വ്യക്തിക്കും ഏതെങ്കിലും വിധത്തിൽ എന്നെങ്കിലും ആ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. ആ വ്യക്തിയെ ഏതുകൊണ്ട് വിളിച്ചാലും ദൈവമായി തന്നെ വിശ്വസിച്ചാലും ആ വ്യക്തി പ്രപഞ്ചത്തിൻ്റെ സാക്ഷാൽ രക്ഷിതാവാകുകയില്ല. അല്പകാലം ജീവിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ അനന്തപ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവാകും? 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യനും അങ്ങനെ വിശ്വസിക്കുകയില്ല. വെറും വിശ്വാസങ്ങളിന്മേൽ മതങ്ങൾ കെട്ടിച്ചമച്ച് മനുഷ്യരെ വെട്ടിത്തിരിക്കാൻ മതിലുകൾ ഉയർത്തുന്നത് മനുഷ്യദ്രോഹമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് ഇന്ന് ഏത് കുട്ടിക്കുമുണ്ട്. പള്ളിക്കൂടങ്ങളിലും കോളേജുകളിലും സയൻസ് പകർന്നു തരുന്ന പ്രകൃതി വിജ്ഞാനീയത്തിനും പ്രപഞ്ചവിജ്ഞാനീയത്തിനും നിരക്കുന്ന സത്യങ്ങളെ നിഷേധിക്കാനാവുന്നതല്ല. അതിനെതിരായ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞു പരത്തുന്നത് സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനമാണ്. ഇവിടെ ഇപ്പോൾ എന്തു നടക്കുന്നു എന്ന് മനുഷ്യ നീ ശ്രദ്ധിക്കുക. സത്യത്തിന് നിരക്കാത്ത എന്തും നീ ധൈര്യപൂർവ്വം നിഷേധിക്കുക. ഭീരുക്കൾ ഇവിടെ സ്വയം നഷ്ടപ്പെടുന്നവരത്രേ. മനസ്സു പ്രവർത്തിക്കാതെ ആത്മശാന്തിയും രോഗശാന്തിയും വെറുതെ കനിഞ്ഞരുളുന്ന ഒരു ദൈവവുമില്ല.
പ്രാർത്ഥനയും മനസ്സിൻ്റെ അധ്വാനമാണ്. അധ്വാനിക്കുന്നവനെ രക്ഷപ്പെടൂ. ജനനത്തിലും വിവാഹത്തിലും മരണത്തിലും പ്രത്യേക ആചാരങ്ങൾ നിർബന്ധിച്ച് മനുഷ്യനെ ജാതി തിരിച്ച് മാനസിക അടിമകളാക്കുന്നത് മനുഷ്യ പുരോഗതിക്ക് വിലങ്ങുതടിയല്ലേ എന്ന് 100 വട്ടം ചിന്തിക്കുക. മനുഷ്യനെ മനുഷ്യനായി വളരാൻ അനുവദിക്കുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ടായേ പറ്റൂ. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരുമായ മനുഷ്യർ ഇക്കാര്യത്തിൽ മുന്നോട്ടു വരണം. ഇവിടെ വലിയൊരു മാനസാന്തരം ആവശ്യമാണ്. മൃഗമനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്കുള്ള മാനസാന്തരം. സ്വാർത്ഥ സങ്കുചിതമായ ഇന്നത്തെ ഈ മനസ്സിൽ നിന്നും വിശ്വസ്നേഹ വിശാലമായ മനസ്സിലേക്കുള്ള മാറ്റം. അതാണ് നിലനിൽപ്പിനും സമാധാനത്തിനും ആവശ്യമായ മാനസാന്തരം. അതുകൊണ്ട് മനുഷ്യ, നീ മാനസാന്തരപ്പെട്ട് യഥാർത്ഥ മനുഷ്യനായി പ്രകൃതിയുടെ പുത്രനായി ജീവിക്കുക. സത്യവും സ്വാതന്ത്ര്യവും സ്നേഹവും ശക്തിയുമായ ദൈവത്തിൽ സന്തോഷവാനായി ജീവിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ജഗത്.